സാൾട്ടൻ ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ അടുത്തടുത്ത് വരികയാണ്. ജൂൺ 5 മുതൽ 9 വരെയാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ജൂൺ 9-നാണ് ഫാർമസി പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാൻഡിഡേറ്റ്സിന് എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്കും അതേപോലെ ഫാർമസി പരീക്ഷയ്ക്കും ഈ രണ്ട് പരീക്ഷയ്ക്കും അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ പേര്, ഒപ്പ്, അതേപോലെ ഫോട്ടോ, ഈ 3 കാര്യങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. 13/5/2024 വൈകിട്ട് 3 മണി വരെയാണ് പേരിലോ ഒപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിലോ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഈ 3 ന്യൂനതകൾ മാത്രമേ ഇപ്പോൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തത് മാറിയിട്ടുണ്ടെങ്കിലോ അതൊന്നും ഇപ്പോൾ പരിഗണിക്കില്ല. പേര്, ഒപ്പ്, അതേപോലെ ഫോട്ടോ, ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചിലരുടെ അനിയൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞു, അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിൻ്റെ ഒരു ഇതായിട്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഒരു മെമ്മോ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ചിലരുടെ ഫോട്ടോ ബ്ലർഡ് ആയിരുന്നു, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒരു മെമ്മോ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതേപോലെ ഒപ്പിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഒപ്പ് സാധാരണഗതിയിൽ നിങ്ങളുടെ ഒപ്പാണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുള്ളൂ. അത് വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് മെമ്മോ തന്നിട്ടുണ്ടാവില്ല. മെമ്മോ തരാത്തവരാണെങ്കിൽ അത് പ്രശ്നമാക്കേണ്ട. നിങ്ങൾ അതിലിട്ടിരിക്കുന്ന ഒപ്പ് വലിയ വ്യത്യാസം, അതായത് വേറൊരാളുടെ ഒപ്പാണ് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം വരുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഒപ്പ് നിങ്ങൾ ഇട്ടതിൽ ചെറിയ വ്യത്യാസമാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു മെനു വന്നിട്ടുണ്ടാവും. അത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. എല്ലാ കാൻഡിഡേറ്റ്സിനും മെമ്മോ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഫോട്ടോയിലോ പേരിലോ ഒപ്പിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ആ മെമ്മോ വന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ മെമ്മോ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അവർ cek.info.ce, ഞാൻ നേരെ താഴെ കാണിക്കുന്നുണ്ട് ഇമെയിൽ അഡ്രസ്സ്, cek.info.ce@kerala.gov.in എന്ന ഇമെയിലിലേക്ക് ഈ വിവരം ഒന്ന് അറിയിക്കണം. അതായത് ഫോട്ടോയിലോ പേരിലോ ഒപ്പിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ യഥാർത്ഥ ഒപ്പല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അല്ല നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നെങ്കിൽ, നിങ്ങളത് ഈ ഒരു മെയിലിലേക്ക് അതൊരു വിവരം അറിയിക്കണം. ഫോട്ടോയോ ഒപ്പോ അങ്ങോട്ട് അയക്കല്ല വേണ്ടി, ആ വിവരം അറിയിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെമ്മോ ഡീറ്റെയിൽസ് നോക്കാം. മെമ്മോ ഡീറ്റെയിൽസിൽ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള പുതിയത് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ടാവും. അവിടെ കൃത്യമായിട്ട് പുതിയത് അല്ലെങ്കിൽ ന്യൂനത ഇല്ലാത്ത സാധനം അപ്ലോഡ് ചെയ്യുക. ഒപ്പാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അതേപോലെ നിങ്ങളുടെ പേരാണെങ്കിലും എന്താണോ ന്യൂനത ഉള്ളത് അതാണ് മെമ്മോ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടാവുക. ആ മെമ്മോ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല എന്താണോ അത് കൃത്യമായിട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് ആ ന്യൂനത മാറ്റുക. ന്യൂനത മാറ്റിയിട്ടില്ല എങ്കിൽ, അതായത് മെമ്മോ ഡീറ്റെയിൽസ് തന്നിട്ട് മെമ്മോ നിങ്ങൾക്ക് തന്നു, നിങ്ങളത് മാറ്റി പിന്നെയും പഴയതാണ് അപ്ലോഡ് ചെയ്തെങ്കിൽ, ഒരിക്കലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിഫ്രഷ് ചെയ്യുന്നത് വരെ, സെർവറിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ പിന്നീട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂനത പരിഹരിക്കാൻ ഇനിയൊരു അവസരം കിട്ടുമോ എന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട്, അതായത് ശ്രദ്ധിച്ച് തന്നെ, അക്ഷയ സെന്ററും മറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പ് തന്നെയാണ് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇനിയും എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അവരുടെ അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെക്കും. അതായത് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാവും. അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ന്യൂനത പരിഹരിക്കുന്ന സമയത്ത് അത് വളരെ കൃത്യമാണ്. എൻ്റെ എല്ലാ ന്യൂനതകളും ഇതിൽ ഞാൻ കൃത്യമായിട്ട് പരിഹരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക.
ഞാൻ ഒന്നുകൂടി പറയുന്നു, ആ മെനു ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷ എഴുതാനുള്ള, അതായത് എഞ്ചിനീയറിങ്ങോ ഫാർമസിയോ പരീക്ഷ എഴുതാനുള്ള കുട്ടികളിൽ പേരിലോ ഒപ്പിലോ അതേപോലെ ഫോട്ടോയിലോ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അതിന് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത്. മറ്റ് ന്യൂനതകളൊന്നും പരിഹരിക്കാനുള്ള സമയം ഇപ്പോഴല്ല എന്നുകൂടി പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു മെനു അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാലും ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി എനിക്ക് ഉറപ്പാണ് എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒപ്പിലോ ഫോട്ടോയിലോ യാതൊരു ന്യൂനതയും ഇല്ല, അതുകൊണ്ട് ഞാനിത് തുറന്നു നോക്കുന്നില്ല എന്ന് ആരും കരുതണ്ട. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് മെമ്മോ ഡീറ്റെയിൽസിൽ വരുന്നത്. ആ മെമ്മോ ഡീറ്റെയിൽസ് കാണിക്കുന്നത് CE അവിടെ ക്രോസ് ചെക്കിംഗ് നടത്തിയതിന് ശേഷമുള്ള ആ ഒരു മെമ്മോ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനത ഉള്ള പക്ഷം അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്ത എല്ലാവരും, അതായത് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയ എഞ്ചിനീയറിംഗിൻ്റെയോ ഫാർമസിയുടെ അപേക്ഷ മുഴുവനാക്കിയ എല്ലാവരും അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. 13/5/2024 വൈകിട്ട് 3 മണി വരെ മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും ന്യൂനത ഉള്ളവർ അത് CE അറിയിക്കേണ്ട സമയവും 13/5/2024 വൈകിട്ട് 3 മണി വരെയാണ്. അതിനുശേഷം സമയം അനുവദിക്കില്ല. കൂടുതൽ കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരുന്നതാണ്. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.